ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് എം ജെ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് CDPO എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. സോഷ്യോളജി ടോപ്പിക്സാണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ സോഷ്യോളജി എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യോളജിയുടെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയസ് സോഷ്യോളജിസ്റ്റ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും ഓർമ്മയോടെ പഠിച്ചു വച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി അതിനെ ഓർമ്മപ്പെടുത്തി എടുക്കാം എന്താണ് സോഷ്യോളജി എന്നുള്ളത്. സോഷ്യോളജി മെയിൻലി ഡീൽസ് വിത്ത് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ നമുക്ക് സോഷ്യോളജിയെ നിർവചിക്കാവുന്നതാണ്. കിങ്സ്ലി ഡേവിസ് എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. സോഷ്യോളജിയെ ഒരു ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി ആയിട്ടാണ് കാണുന്നത്. മാക്സ് വെബർ നൽകിയിട്ടുള്ള ഡെഫിനിഷനിൽ പറയുന്നത് സയൻസ് വിച്ച് അറ്റംപ്റ്റ്സ് ദ ഇൻ്റർപ്രിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ അഗസ്റ്റ് കോംപ്റ്റ് ഫാദർ ഓഫ് സോഷ്യോളജി നൽകിയിട്ടുള്ള ഡെഫിനിഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോഷ്യോളജി ദ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന സബ്ജക്റ്റ് ടു നാച്ചുറൽ ആൻഡ് ഇൻവേരിയബിൾ ലോസ് ദ ഡിസ്കവറി ഓഫ് വിച്ച് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എമൈൽ ഡർഖൈമിൻ്റെ ഡെഫിനിഷനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യോളജി ആസ് എ സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതുപോലെ കുറച്ച് ഡെഫിനിഷൻസൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്കൊന്ന് നോക്കാം. ദ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ദാറ്റ് ലുക്സ് അറ്റ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. മെയിൻലി ഹ്യൂമൻ സൊസൈറ്റിയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്ന് നോക്കിക്കാണുന്ന ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിനാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്, സോഷ്യൽ ചേഞ്ച് ആൻഡ് ദ സോഷ്യൽ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൻ്റെ പഠനമാണ് സോഷ്യോളജി. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. ആൻഡ് സോഷ്യൽ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നൊരു വാക്ക്. ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സോഷ്യൽ കോസുകളും അതുപോലെ തന്നെ സോഷ്യൽ കോൺസിക്വൻസസുമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. The word sociology is derived from the Latin word socios and the Greek word logos, meaning the study of companionship. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. ലാറ്റിൻ വേർഡായിട്ടുള്ള സോഷ്യോസ് എന്ന വാക്കിൽ നിന്നും സോഷ്യോളജി ഉണ്ടായി വന്നു. സോഷ്യോസ് എന്ന വാക്കിൻ്റെ മീനിങ് കമ്പാനിയൻ അല്ലെന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് എന്നൊക്കെയാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസിൻ്റെ മീനിങ് സ്റ്റഡി അല്ലെന്നുണ്ടെങ്കിൽ സയൻസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റഡി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് വാക്കുകളും കൂടി ചേർന്നിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്നൊരു പദം ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സ്റ്റഡി ഓഫ് കമ്പാനിയൻഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് സോഷ്യോളജിയെ. സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് എസ്സേയിസ്റ്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ ജോസഫ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം 1780 ഈ ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റിലാണ് ഇദ്ദേഹം ഈ ഒരു വാക്ക് കോയിൻ ചെയ്യുന്നത്.
പക്ഷേ സോഷ്യോളജിയെ പിന്നീട് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് അഗസ്റ്റ് കോംപ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോംപ്റ്റിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അഗസ്റ്റ് കോംപ്റ്റ്. സോ ആ അഗസ്റ്റ് കോംപ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ആണ് സോഷ്യോളജിയെ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് സോഷ്യോളജിയെ കോയിൻ ചെയ്ത വ്യക്തിയാണ് ഇമ്മാനുവൽ ജോസഫ്. ബട്ട് അദ്ദേഹം കോയിൻ ചെയ്തത് ഒരു അൺപബ്ലിഷ്ഡ് മാനുസ്ക്രിപ്റ്റിലാണ്. Sociology was later defined independently by French philosopher and social thinker Auguste Comte in 1838 as a new way of looking at society. അഗസ്റ്റ് കോംപ്റ്റ് 1838 കോയിൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് സോഷ്യൽ തിങ്കറാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടർ ഓഫ് മോഡേൺ സോഷ്യോളജി. ഇപ്പോൾ അഗസ്റ്റ് കോംപ്റ്റിൻ്റെ പ്രത്യേകത, ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി ആൻഡ് ഫൗണ്ടർ ഓഫ് മോഡേൺ സോഷ്യോളജി. അഗസ്റ്റ് കോംപ്റ്റ് ഫാദർ ഓഫ് സോഷ്യോളജി ആണ് എങ്കിൽ മദർ ഓഫ് സോഷ്യോളജി ആരാണ്? ഹാരിയറ്റ് മാർട്ടിൻ. ഹാരിയറ്റ് മാർട്ടിനുമാണ് മദർ ഓഫ് സോഷ്യോളജി എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് വാചകമാണ് നോക്കാൻ പോകുന്നത്. സോഷ്യോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് ഷോർട്ട് ഹിസ്റ്ററി. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് ബേർസ്റ്റഡ് ആണ്. റോബർട്ട് ബേർസ്റ്റഡ്. സോഷ്യോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് ഷോർട്ട് ഹിസ്റ്ററി. ഇനി നമുക്ക് നേച്ചർ ഓഫ് സോഷ്യോളജി നോക്കാം. സോഷ്യോളജിയുടെ നേച്ചർ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമ്മൾ പറയുന്ന പോയിന്റ്, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റോബർട്ട് ബേർസ്റ്റഡിൻ്റെ ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന പുസ്തകത്തിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞ് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അതാണ് നേച്ചർ ഓഫ് സോഷ്യോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോഷ്യോളജി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. മെയിൻ പോയിൻ്റ് ആണ് സോഷ്യോളജി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. സോഷ്യോളജി ഹാസ് നൗ എമർജ്ഡ് ഇൻ ടു ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് എമർജ് ചെയ്ത് വന്ന ഒന്നാണ്. It is not treated and studied as a branch of any other science like philosophy or political philosophy or history. As an independent science, it has its own field of study, boundary and method. ഇപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ ഡിസിപ്ലിൻ. മറ്റ് ഡിസിപ്ലിൻസിനോട് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല നമ്മൾ സോഷ്യോളജിയെ കാണുന്നത്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. അതിന് അതിൻ്റേതായ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്, ബൗണ്ടറി ഉണ്ട് ആൻഡ് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് അനുസരിച്ചാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് ഏതൊരു സയൻസിൻ്റെയും ലൈക്ക് ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫി, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, അങ്ങനെ ഏതൊരു സയൻസിൻ്റെയും ബ്രാഞ്ചായിട്ട് ഒന്നും തന്നെ ട്രീറ്റ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഒന്നും തന്നെയല്ല സോഷ്യോളജി എന്ന് പറയുന്നത്. അത് ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ്, നോട്ട് എ ഫിസിക്കൽ സയൻസ്. സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ്. സോഷ്യോളജി ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഫാമിലിയിലാണ് സോഷ്യോളജി ബിലോങ് ചെയ്യുന്നത് ആൻഡ് നോട്ട് ടു ദി ഫാമിലി ഓഫ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിൻ്റെ ഫാമിലിയിൽ അല്ല കാണപ്പെടുന്നത്. ആസ് എ സോഷ്യൽ സയൻസ് it concentrates its attention on man, the social behaviors, social activities and social life. ഒരു സോഷ്യൽ സയൻസ് എന്ന നിലയ്ക്ക്
അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാൻ, അതുപോലെ തന്നെ മാൻ്റെ സോഷ്യൽ ബിഹേവിയർ, മാൻ്റെ സോഷ്യൽ ആക്ടിവിറ്റി, സോഷ്യൽ ലൈഫ് തുടങ്ങിയിട്ടുള്ള ആസ്പെക്റ്റുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആസ് എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് സോഷ്യൽ സയൻസ്, ഇറ്റ് ഈസ് ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ് ടു other social science like history, political science, economic, philosophy, anthropology, etc. ഒരു സോഷ്യൽ സയൻസ് ഫാമിലി എന്ന നിലയിൽ മറ്റുള്ള സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസുമായിട്ട് വളരെയധികം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് സോഷ്യോളജിക്ക് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. സോഷ്യോളജി, ഹിസ്റ്ററിയൊക്കെ വളരെ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഫിലോസഫി, ആന്ത്രോപോളജിയും ഒക്കെ ആയിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് സോഷ്യോളജി എന്ന് പറയുന്ന സയൻസിനുള്ളത്. സോഷ്യൽ സയൻസ് ഫോക്കസ് ഓൺ വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി വൈൽ ഫിസിക്കൽ സയൻസ് ഡീൽ വിത്ത് നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ സൊസൈറ്റിയുടെ വേരിയസ് ആസ്പെക്റ്റിലാണ് സോഷ്യൽ സയൻസുകൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഫിസിക്കൽ സയൻസുകൾ ഡീൽ ചെയ്യുന്നത് നാച്ചുറൽ ഫിനോമിനയാണ്. അതുകൊണ്ട് സോഷ്യോളജി എന്ന് പറയുന്ന അത് ഒരു സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ അത് മാൻ്റെ സോഷ്യൽ ആക്ടിവിറ്റിയും ഒക്കെ ആയിട്ടാണ് ഡീൽ ചെയ്തു വരുന്നത്. The fact that sociology deals with the social universe distinguishes it from astronomy, physics, chemistry, geology, mathematics and other physical sciences. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ യൂണിവേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സയൻസാണ്. സോ ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് ഫ്രം ആസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി ആൻഡ് അതർ ഫിസിക്കൽ സയൻസസ്. മറ്റുള്ള ഫിസിക്കൽ സയൻസിൽ നിന്നും സോഷ്യോളജിയെ വേറിട്ട് നിർത്തുന്ന കാര്യമാണ്. സോഷ്യൽ യൂണിവേഴ്സുമായിട്ടാണ് ഇത് ഡീൽ ചെയ്ത് വരുന്നത്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ കാറ്റഗറിക്കൽ ആൻഡ് നോട്ട് എ നോർമേറ്റീവ് ഡിസിപ്ലിൻ. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു കാറ്റഗറിക്കൽ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ ഫ്രീ ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഇതൊരിക്കലും ഒരു നോർമേറ്റീവ് സയൻസ് അല്ല. സോഷ്യോളജി കൺഫൈൻസ് ഇറ്റ്സെൽഫ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് വാട്ട് ഇറ്റ് ഈസ്, not what should be or ought to be. As a science, sociology is necessarily silent about questions of value. ഇപ്പോൾ കാറ്റഗറിക്കൽ എന്ന് പറയുന്നത് ഒരു വാല്യൂ ഫ്രീ എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് വാട്ട് ഷുഡ് ബി അല്ലെങ്കിൽ ഓർ ought to be എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ സോഷ്യോളജിയിൽ നമ്മൾ പറയുമ്പോൾ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും യൂസ്ലെസ് അല്ല, ഒരു പർപ്പസും സെർവ് ചെയ്യാത്ത ഒന്നുമല്ല. പക്ഷേ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് സോഷ്യോളജിയിൽ പറയുന്നുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിൻ വാല്യൂ ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി കൈൻഡ് ഓഫ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. വാട്ട് ഷുഡ് ബി അല്ലെങ്കിൽ നോട്ട് വാട്ട് ഷുഡ് ബി, എന്ത് ആകരുത് അല്ലെങ്കിൽ എന്താകാം എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിൽ കൺഫൈൻ ചെയ്യുന്ന ഒന്നല്ല. അതുപോലെ വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തിങ് അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് അപ്രോച്ച് ഈസ് നെയ്തർ മോറൽ നോർ ഇമ്മോറൽ ബട്ട് എമോറൽ. എന്താണ് മോറൽ അല്ലെങ്കിൽ എന്താണ് ഇമ്മോറൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശരി ഏതാണ്, റൈറ്റ് ഏതാണ്, റോങ് ഏതാണ്, എന്തായിക്കൂടാ, എന്തായിത്തീരാം എന്നുള്ള വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനൊന്നും തന്നെ ഇവിടെ പ്രാധാന്യമില്ല. സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ പ്രാധാന്യമില്ല. ഇറ്റ് ഈസ് എത്തിക്കലി ന്യൂട്രൽ. ഇതിന് നമ്മൾ ആ ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത്, എത്തിക്കലി ന്യൂട്രലാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് സോഷ്യോളജിക്കൽ നോളജ് ഈസ് യൂസ്ലെസ് ആൻഡ് സെർവ്സ് നോ പർപ്പസ്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു പർപ്പസും ഇല്ലാത്തതോ അല്ലെങ്കിൽ ഈ ഒരു നോളജ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സയൻസാണ് എന്നല്ല ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, ഇറ്റ് ഈസ് എത്തിക്കലി ന്യൂട്രൽ. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ
can't deal with problems of good and evil, right and wrong, and moral or immoral. ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ് ഇതാണ്. ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളൊരു തരം തിരിവ്, അല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് റോങ്, ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് നമുക്ക് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ആ ഒരു ചാൻസ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ തീരെയില്ല. ആൻഡ് മോറൽ ഓർ ഇമ്മോർട്ടൽ അങ്ങനെ പറയാനുള്ള ചാൻസസും നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ പറയുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് എ പ്യുവർ സയൻസ് ആൻഡ് നോട്ട് ആൻ അപ്ലൈഡ് സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള സയൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്ലൈഡ് സയൻസ്. A distinction is often made between pure sciences and applied sciences. The main aim of pure science is the acquisition of knowledge, and it is not bothered whether the acquired knowledge is useful or can be put to use. On the other hand, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസാണ്. പ്യുവർ സയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത്, പ്യുവർ സയൻസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ ആണ്. ആൻഡ് അവിടെ ഒരു ബോദറിങ് ഉണ്ടാവുന്നേ ഇല്ല. ഈ അക്വയർ ചെയ്തെടുത്ത നോളജ് യൂസ്ഫുൾ ആണോ അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ഉപയോഗത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ തിങ്ക് ചെയ്യപ്പെടുന്നില്ല. അതാണ് പ്യുവർ സയൻസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, അക്വിസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നതാണ്. ആൻഡ് ഡസ് നോട്ട് കെയർ അബൌട്ട് ഇറ്റ് യൂസ്ഫുൾനെസ്, അല്ലേ, അതിൻ്റെ ഒരു ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഓർ വെദർ ഇറ്റ് ക്യാൻ ബി പുട്ട് ടു യൂസ് ഓൺ, നമുക്കത് ഉപയോഗപ്രദമാകുമോ എന്നുള്ളൊരു കാര്യം അവിടെ കെയർ ചെയ്യുന്നില്ല. ആൻഡ് എയിം ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത് is to apply the acquired knowledge into life and to put it to use. അപ്പോൾ പ്യുവർ സയൻസിന് നേരെ തിരിച്ചാണ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. അപ്ലൈഡ് സയൻസ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്ലൈ ചെയ്യുക. എന്ത് അപ്ലൈ ചെയ്യുക? ഈ പ്യുവർ സയൻസിലെ അക്വയർ ചെയ്തിട്ടുള്ള നോളജ്, ആ നോളജ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ എയിം ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. ഈച്ച് പ്യുവർ സയൻസ് മേ ഹാവ് ഇറ്റ്സ് ഓൺ അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ ഓരോ പ്യുവർ സയൻസിനും അതിൻ്റേതായ ഒരു അപ്ലൈഡ് ഫീൽഡും ഉണ്ടായിരിക്കും. അതിന് ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസ് ആണ്. ആൻഡ് എൻജിനീയറിംഗ് ഇറ്റ്സ് അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ പ്യുവർ സയൻസ് എന്താണ്, അപ്ലൈഡ് സയൻസ് എന്താണ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് മനസ്സിലാവും എളുപ്പത്തിൽ. ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസ് ആണ്. ആൻഡ് അതിനെ ഫീൽഡിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എൻജിനീയറിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. സോഷ്യോളജിയും അതുപോലെ തന്നെയാണ്. സോഷ്യോളജി ആസ് എ പ്യുവർ സയൻസ് ആസ് ഇറ്റ്സ് അപ്ലൈഡ് ഫീൽഡ്. സോഷ്യോളജിയുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെ അപ്ലൈഡ് ഫീൽഡായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, സോഷ്യൽ ഡിപ്ലോമസി വരുന്നുണ്ട്, സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ അപ്ലൈഡ് സയൻസസ് ആയിട്ട് വരുന്നത്. ഈച്ച് പ്യുവർ സയൻസ് മേ ഹാവ് മോർ ദാൻ വൺ ആപ്ലിക്കേഷൻ എന്നും പറയുന്നുണ്ട്. സോഷ്യോളജി ഈസ് എ പ്യുവർ സയൻസ് ബിക്കോസ് ദ ഇമ്മീഡിയറ്റ് എയിം ഓഫ് സോഷ്യോളജി ഈസ് ദി അക്വിസിഷൻ ഓഫ് നോളജ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റി, നോട്ട് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ് നോളജ്. എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആണ് എന്ന് പറയുന്നത്? അതൊരു അപ്ലൈഡ് സയൻസ് അല്ല, പകരം ഒരു പ്യുവർ സയൻസ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണമെന്ന് വെച്ചാൽ സോഷ്യോളജി എന്ന് പറയുന്നതിൻ്റെ ഇമ്മീഡിയറ്റ് എയിം, സോഷ്യോളജി പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജി അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇമ്മീഡിയറ്റ് എയിം എന്ന് പറയുന്നത് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അക്വിസിഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ച്? ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചിട്ടുള്ള നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നോട്ട് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ് നോളജ്. എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് അവിടെ വരുന്നില്ല, അതിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് വരുന്നില്ല. പകരം അക്വിസിഷൻ ഓഫ് നോളജ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് റിലേറ്റീവ്ലി ആൻ അബ്സ്ട്രാക്ട് സയൻസ് നോട്ട് എ കോൺക്രീറ്റ് സയൻസ്. സോഷ്യോളജിയുടെ പ്രത്യേകത ഇതൊരു
അബ്സ്ട്രാക്ട് സയൻസ് ആണ്. This does not mean that sociology is an art and not a science, nor does it mean it is unnecessarily complicated and unduly difficult. അപ്പോൾ വളരെ അൺനെസറി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സയൻസ് ഒന്നുമല്ല സോഷ്യോളജി. സോഷ്യോളജി ഒരു ആർട്ടല്ല എന്നൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സയൻസ് അല്ല എന്നോ അല്ലെങ്കിൽ ഒരു ആർട്ടല്ല എന്നൊന്നും ഇവിടെ മീൻ ചെയ്യുന്നില്ല. ഇവിടെ ഒരു കാര്യമേ മീൻ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് സോഷ്യോളജി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കോൺക്രീറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഹ്യൂമൻ ഇവൻറ്റ്സ്. അപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അബ്സ്ട്രാക്റ്റ് വേയിൽ ആണ് സൊസൈറ്റിയെ സോഷ്യോളജി സ്റ്റഡി ചെയ്യുന്നത്. സോഷ്യോളജി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കോൺക്രീറ്റ് but it studies the society in an abstract way. അതായത് തിയററ്റിക്കൽ ആയിട്ടുള്ള വേയിലാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് മോർ കൺസേൺഡ് വിത്ത് ദ ഫോം ഓഫ് ഹ്യൂമൻ ഈവൻറ്റ്സ് ആൻഡ് ദെയർ പാറ്റേൺസ്. ഇപ്പോൾ ഹ്യൂമൻ ഈവൻറ്റ്സും അതിൻ്റെ പാറ്റേൺസിലും ഒക്കെയാണ് കൂടുതൽ കൺസേൺ ചെയ്യുന്നത്. സോഷ്യോളജി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ particular families, but family as a social institution that exists in all societies. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മളിവിടെ ഒരു ഉദാഹരണം വച്ചിട്ടാണ് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു സയൻസ് ആയിട്ടാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലറൈസിങ് സയൻസ് ആയിട്ടൊന്നും അല്ല പറയുന്നത്. സോഷ്യോളജി പർട്ടിക്കുലർ വാർ അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ എന്നതിൽ അപ്പുറം ജനറലി ആണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് വിത്ത് വാർ ആൻഡ് റെവല്യൂഷൻ ഇൻ ജനറൽ എന്നാണ് പറയുന്നത്. സിമിലർലി സോഷ്യോളജി ഡസ് നോട്ട് കൺഫൈൻ ഇറ്റ്സെൽഫ് ടു ദി സ്റ്റഡി ഓഫ് ദിസ് സൊസൈറ്റി, ദാറ്റ് പർട്ടിക്കുലർ സൊസൈറ്റി ഓർ സോഷ്യൽ ഓർഗനൈസേഷൻ ഓർ മാരേജ് or religion or group and so on. It is in this simple sense that sociology is an abstract, not a concrete science. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു അബ്സല്യൂട്ട് എന്നൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിംപ്ലി പറയുകയാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ആ സൊസൈറ്റി, ആ പർട്ടിക്കുലർ സൊസൈറ്റിയുടെ പഠനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ മാരേജ്, ഒരു റിലീജിയൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ സോഷ്യൽ ഓർഗനൈസേഷൻ, അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ ഒരു ജനറൽ മീനിങ്ങിലാണ് സോഷ്യോളജി കാണുന്നത്. അതിപ്പോൾ വാറിൻ്റെ കാര്യം അല്ലെങ്കിൽ റെവല്യൂഷൻ്റെ ഒക്കെ കാര്യത്തിലും അങ്ങനെയാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ വാർ എന്നതിൽ ഉപരി ഒരു ജനറൽ ആയിട്ടാണ് സോഷ്യോളജി കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നൊരു പോയിൻ്റാണ്. Sociology is a generalizing and not a particularizing or individualizing science. ഇപ്പോൾ പർട്ടിക്കുലറൈസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വലൈസിങ് ആയിട്ടുള്ള ഒരു സയൻസ് അല്ല, പകരം എന്താണ് ഒരു ജനറലൈസിങ് സയൻസ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു അബ്സ്ട്രാക്ട് സയൻസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നൊരു പോയിൻ്റാണ്. ആ ഒരു പോയിൻ്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Sociology tries to find out the general laws or principles about human interaction or situation, about the nature, form, content and structure of human group of societies. അപ്പോൾ about the nature, human interaction-ൻ്റെ nature, ഫ്രം എന്നല്ല ഫോം എന്നാണ് കേട്ടോ. അതിൻ്റെ ഫോം, അതിൻ്റെ കണ്ടൻറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റീസ്, ഇതെല്ലാം ജനറൽ ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് സോഷ്യോളജി അനലൈസ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സൊസൈറ്റി. അപ്പം ഓരോ ഈവൻറ്റും കണക്കിലെടുത്ത് പഠിക്കുന്നില്ല, പർട്ടിക്കുലറൈസ് ചെയ്ത് പഠിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി സൊസൈറ്റി. അങ്ങനെ നമുക്ക് പഠിക്കാൻ പോസിബിളുമല്ല. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ് നമുക്ക് പഠിക്കാൻ അത്രത്തോളം പോസിബിൾ അല്ല. സോ ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഇവൻറ്റ്. ഇറ്റ് ട്രൈസ് ടു മേക്ക് ജനറലൈസേഷൻ ഓൺ ദ ബേസിക് ഓഫ് ദി സ്റ്റഡി ഓഫ് സം സെലക്റ്റഡ് ഇവൻറ്റ്. അപ്പോൾ ആ ഒരു ജനറലൈസേഷനാണ് അവിടെ മേക്ക് ചെയ്യുന്നത്.
എക്സാമ്പിളും പറയുന്നുണ്ട്. സോഷ്യോളജിസ്റ്റ് മേക്ക് ജനറലൈസേഷൻ അബൌട്ട് ദ നേച്ചർ ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. He may conclude that secondary groups are comparatively bigger in size, less stable, not necessarily specially limited, and so on. This he does not by examine all the secondary group but by observing and studying a few. അതെന്തുകൊണ്ടാണ് ഒരു ജനറലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു ഡിസിപ്ലിനാണ് സോഷ്യോളജിയിൽ. അത് റിസർച്ചിൻ്റെ സെക്ഷൻസൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഗ്രൂപ്പുകളുടെ കാര്യം ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഗ്രൂപ്പുകൾ? അതിന് മുമ്പായിട്ട് നമുക്കിത് പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കണം. എത്ര തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്, ഇവിടെ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ വാസ്റ്റായിട്ട് പഠിക്കേണ്ടി വരും. ഒന്ന് ചുരുക്കി എന്താണ് എന്ന് പറയാം. ഇവിടെ 2 ടൈപ്പ് ഓഫ് ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് തന്നെയാണ്, ഒരു കൂട്ടം തന്നെയാണ്. ആ കൂട്ടത്തിൽ കുറച്ച് പ്രത്യേകതകൾ വരുമ്പോഴാണ് അതിനെ 2 പേരായിട്ട് തിരിക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പ് എന്നും സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തിരിക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മളോടൊപ്പം അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വളരെ ചെറിയ നമ്മളോട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു ഗ്രൂപ്പായിരിക്കും പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുക. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒരു ടൈപ്പ് ഓഫ് ഫോർമൽ ഗ്രൂപ്പൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഒക്കെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ നേച്ചർ മനസ്സിലാക്കുക എന്നുള്ളത് സോഷ്യോളജിസ്റ്റിൻ്റെ കണ്ണിൽ ഒരു ജനറലൈസേഷൻ ആയിട്ടാണ് പറയുക. അപ്പോൾ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ കൊണ്ടുവരാം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബിഗറാണ്, അല്ലെന്നുണ്ടെങ്കിൽ ലെസ് സ്റ്റേബിളായിട്ടുള്ള ഒന്നാണ്, അത്രത്തോളം ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇല്ല എന്നൊക്കെ നമ്മൾ ഒരു ജനറലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യോളജിസ്റ്റ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. പക്ഷേ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും നോക്കി, ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് നോക്കി ഒന്നുമല്ല ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷനിലോട്ട് പോകുന്നത്. പകരം ഒരു കുറച്ച് മാത്രം നോക്കി അത് ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്താണ് ഈ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് ആൻഡ് നോട്ട് എ സ്പെഷ്യൽ സോഷ്യൽ സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ജനറൽ സയൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്പെഷ്യൽ സോഷ്യൽ സയൻസ്. The area of inquiry of sociology is general and not specialized. It is concerned with human interaction and human life in general. ഇപ്പം വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത്. ഒരു ജനറൽ സയൻസ് ആണ്. ഹ്യൂമൻ്റെ ലൈഫും ഹ്യൂമൻ്റെ ഇൻട്രാക്ഷനുമൊക്കെ ജനറലി ആണ് പഠിക്കുന്നത്. മറ്റുള്ള സോഷ്യൽ സയൻസുകൾ എടുക്കുകയാണെങ്കിൽ ലൈക്ക് പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇതെല്ലാം മാനെ പഠിക്കുന്നുണ്ട്, മാൻ്റെ ഇൻട്രാക്ഷൻ പഠിക്കുന്നുണ്ട്. പക്ഷേ ബട്ട് നോട്ട് ഓൾ അബൌട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. ഹ്യൂമൻ ഇൻട്രാക്ഷൻ പഠിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൽ സോഷ്യോളജിയിൽ തന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോഷ്യോളജിയാണ് ഹ്യൂമൻ്റെ ഇൻട്രാക്ഷൻ പഠിക്കുക എന്ന് പറയുന്നത്. മാൻ്റെ ഇൻട്രാക്ഷനെയും പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ് സാധ്യമാകുന്നത്. They concentrate their attention on certain aspect of human interaction and activities. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ മാനെ പഠിക്കുന്നുണ്ട്, പക്ഷേ മാൻ്റെ എല്ലാ ആസ്പെക്റ്റും പഠിക്കുന്നില്ല. എക്കണോമിക്സ് സ്പെഷ്യലൈസസ് ഇറ്റ്സെൽഫ് ഇൻ ദ സ്റ്റഡി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇക്കണോമിക്സിലാണെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസാണ്. സോഷ്യോളജി ഓഫ് കോഴ്സ് ഡസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ഇക്കണോമിക്, റിലീജിയസ്, പൊളിറ്റിക്കൽ, legal, moral or any other special kind of phenomena in relation to human life and activities as such. It only studies human activities in a general way. ഒരു ജനറൽ വേയിലാണ് സോഷ്യോളജിയും ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രാക്ഷനെ പഠിക്കുന്നത്. വളരെ ആഴത്തിലിറങ്ങി അതിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള ആസ്പെക്ട്, റിലീജിയസ് ആസ്പെക്ട്, പൊളിറ്റിക്കൽ ആസ്പെക്ട്, ലീഗൽ ആസ്പെക്ട് അല്ലെങ്കിൽ മോറൽ ഓർ എനി അതർ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ആസ്പെക്റ്റിനെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇറ്റ് ഈസ്
ഒരു ജനറൽ സയൻസ് ആണ്, ഒരു സ്പെഷ്യൽ സയൻസ് അല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ എ ജനറൽ വേ. ഫൈനലി നമ്മൾ പറയുന്നൊരു പോയിന്റ്, സോഷ്യോളജി ഈസ് ബോത്ത് എ റാഷണൽ ആൻഡ് ആൻ എംപിരിക്കൽ സയൻസ് എന്നാണ്. ഇപ്പോൾ രണ്ട് ബ്രോഡ് വേസ് ഓഫ് അപ്രോച്ചാണ് സയൻറ്റിഫിക് നോളജിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് റാഷണൽ, മറ്റൊന്ന് എംപിരിക്കൽ. എംപിരിസിസം എന്ന് പറയുന്ന അപ്രോച്ച് എംപിരിസിസ് നടത്തുന്ന ഒരു അപ്രോച്ചാണ്. ദ എക്സ്പീരിയൻസ് ദ ഫാക്ട്സ് ദാറ്റ് റിസൾട്ട് ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഫാക്റ്റുകൾ അവർ ഒബ്സർവ് ചെയ്ത്, അതായത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും മനസ്സിലാക്കുന്ന ഫാക്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ എംപിരിസിസം എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യോളജിയിൽ അത് പോസിബിളാണ്. എക്സ്പെരിമെൻറ്റേഷനിലൂടെയും അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന നോളജ് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ സോഷ്യോളജി ഈസ് ആൻ എംപിരിക്കൽ സയൻസ്. മറ്റൊന്ന് പറയുന്നത് റാഷണലിസമാണ്. റാഷണലിസം എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെസ്സസ് ഓൺ റീസൺ ആൻഡ് ദ തിയറീസ് ദാറ്റ് റിസൾട്ട് ഫ്രം ലോജിക്കൽ ഇൻഫറൻസ്. The empiricist collect fact, the rationalist coordinates and arranges them. ഇപ്പോൾ എംപിരിസിസ്റ്റ് ഫാക്റ്റ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും. ആ കളക്ട് ചെയ്യപ്പെട്ട ഫാക്റ്റുകൾ റാഷണലിസ്റ്റാണ് എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. റാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീസണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ റീസൺ ആൻഡ് തിയറീസ് ദാറ്റ് റിസൾട്ട് ഫ്രം ലോജിക്കൽ ഇൻഫറൻസ്. ആ ഒരു ലോജിക്കൽ ഇൻഫറൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിയറീസിനാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെ റീസൺ എന്നുള്ളൊരു വാക്കാണ് അവിടെ. റീസൺ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് റാഷണലിസത്തിൽ പറയുന്നത്. തിയറീസ് ആൻഡ് ഫാക്ട്സ് ആർ റിക്വയർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. അപ്പം നമ്മുടെ നോളജ് കൺസ്ട്രക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറിയും ഫാക്റ്റും. തിയറിയും ഫാക്റ്റും ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇൻക്വയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളും. എന്തൊക്കെയാണ്? ഈ തിയറിയും ഫാക്റ്റും എന്ന് പറയുന്നത്. ഇമ്മാനുവൽ കാന്ത് പറഞ്ഞിട്ടുണ്ട്, തിയറീസ് വിത്തൗട്ട് ഫാക്ട്സ് ആർ എംപ്റ്റി ആൻഡ് ഫാക്ട്സ് വിത്തൗട്ട് തിയറീസ് ആർ ബ്ലൈൻഡ്. അപ്പോൾ തിയറി ഇല്ലാത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും, ഫാക്റ്റ് ഇല്ലാത്ത തിയറി എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആണ്. ഓൾ മോഡേൺ സയൻസസ് ദെർഫോർ അവെയിൽ themselves of both empirical and rational sciences. Sociology is not an exception. അപ്പോൾ മോഡേൺ സയൻസിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത് പോലെ തന്നെയാണ് അവിടെ സോഷ്യോളജിയുടെ കാര്യത്തിലും. ഇറ്റ് ഈസ് ബോത്ത് റാഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്, സോഷ്യോളജിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്. ഇതിൽ നമ്മൾ എമർജൻസ് ഓഫ് സോഷ്യോളജി ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എമർജ് ചെയ്ത് വന്നത്, അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് മറ്റുള്ള വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇത് സോഷ്യോളജി എന്താണ്, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, മറ്റുള്ള സയൻസുകളെ വെച്ച് നോക്കുമ്പോൾ സോഷ്യോളജിക്കുള്ള ഒരു പ്രത്യേകത എന്താണ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഏതൊക്കെ ടോപ്പിക്സാണ് വേണ്ടത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക.